ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇത് മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച ബീഫാണ്. ഇത് മുറിക്കാതെയാണ് വേവിച്ചത്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി, പിന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 5 സ്പൂൺ കോൺഫ്ലോർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ്. ഇനി നമുക്ക് ഈ ബീഫാണെങ്കിൽ അധികം വേവേണ്ട കാര്യമില്ല, 2 വിസിൽ വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ഈ ബീഫ് ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ നീളത്തിലാണ് ഇത് മുറിക്കേണ്ടത്. ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത് BDF എന്നാണ്, ബീഫ് ഡീപ്പ് ഫ്രൈ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിരിക്കും. ഈ കോൺഫ്ലവർ ഇടുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ക്രിസ്പിനെസ് ഇതിനുണ്ടാവും. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. അപ്പം നീളത്തിൽ എല്ലാം നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കണം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെ നുറുക്കിയെടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിനുള്ള മിക്സ് തയ്യാറാക്കണം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെരിഞ്ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടിച്ച് വെച്ചതാണ്, അതും നമുക്കൊരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. കുരുമുളകിന് എരിവുള്ളത് കാരണം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. കുരുമുളകിൻ്റെ എരിവാണ് ടേസ്റ്റി ആയിട്ടുള്ളത്. ഈ മുളക് പൊടി നമുക്കൊരു കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ശരിക്ക് മിക്സ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇറച്ചിയിൽ ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്, പക്ഷേ ഇനി മസാലകൾ കൂടി കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഈ മിക്സ് നമുക്ക് ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആവണം. ഇത് മിക്സ് ആവുമ്പോൾ നല്ല രീതിയിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രൈൻഡറിലിട്ട് അടിച്ചു കൊടുത്തത്. പൊടികൾ വെറുതെ ചേർക്കുന്നതിലും നല്ലതാണ് ഇങ്ങനെ അടിച്ചെടുത്ത് ചേർക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇനി നമുക്ക് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറുനാരങ്ങ നമ്മൾ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി. ചെറുനാരങ്ങ ഒരു പുളിപ്പിന് വേണ്ടിയാണ്, ഒരു പ്രത്യേക രുചിയാണ് ചെറുനാരങ്ങ ചേർക്കുമ്പോൾ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആവണം. ഇപ്പോൾ അതേ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇപ്പം ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കുക, സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കുക. ഞാനിപ്പോൾ തൽക്കാലം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായി അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തുടക്കത്തിൽ നമ്മൾ നല്ല ഫുൾ ഫ്ലെയിമിലിട്ടാലും പിന്നെ കുറച്ചാകുമ്പോഴേക്കും ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കണം. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ ഉടനെ മീഡിയത്തിലേക്ക് ആക്കണം, അല്ലെങ്കിൽ അത് ക്രിസ്പി ആവില്ല. ഇത് എന്ത് ഭക്ഷണം, ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പം ഞാനത് കുറേശ്ശെ മറിച്ചിട്ടൊക്കെ കൊടുക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് നോക്കണം. അപ്പോൾ തീ എപ്പോഴും അധികം കൂട്ടാൻ പാടില്ല, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയിലേക്ക് എടുത്ത് മാറ്റാം. നമ്മുടെ BDF റെഡിയായി. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി റെസിപ്പിയാണ്. താങ്ക് യു.